സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പതിവാക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ മഹല്ല് നിവാസികളൊക്കെ അത് ചൊല്ലണം. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങോട്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയാൽ അയാൾ സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വൈകുന്നേരം അത് ചൊല്ലി നല്ല ഈമാനോടെ ദൃഢമായ വിശ്വാസത്തോടെ വൈകുന്നേരം ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി അയാൾ ആ രാത്രിയിൽ മരണപ്പെട്ടു പോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്നാ, സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുൻഗാമികൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂല് അത് പഠിപ്പിക്കൂ എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ചൊല്ലാൻ ഒരു 10-20 സെക്കൻഡ് മതി. നിങ്ങളൊക്കെ ജുമുഅ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഒന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നടിച്ചു നോക്കിയാൽ ആ ദുആ വരും. വളരെ കുറഞ്ഞ ഒരു ദുആയാണ്. വളരെ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ചെല്ലാൻ അത്രയും സമയം മതി. ഏതെങ്കിലും ഒരു പകലിൽ നമ്മൾ മരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാത്രി രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിന് മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. വൈകുന്നേരം ചൊല്ലിയാൽ രാത്രിയിൽ അവൻ മരിച്ചുപോയി, പ്രഭാതത്തിന് മുമ്പ് അവൻ മരണപ്പെട്ടുപോയി, അവൻ സ്വർഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത്. പറ്റുമെങ്കിൽ വീട്ടില് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും എല്ലാവർക്കും സൗകര്യപ്രദമായി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രിന്റ് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം. ഇത്രയുണ്ടാവും, വളരെ ഷോർട്ട്, ഒരു 10, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ചെല്ലാൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ടാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈമാനുള്ള മരണവും സ്വർഗത്തിലെത്തണമെന്നാണ്. അത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല.